Hey guys, so welcome back to another great episode of SR Vlogs. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഞാനൊരു +1 കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആസ് ഓപ്ഷണൽ സബ്ജക്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് എക്കണോമിക്സ് സ്റ്റഡി ടിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കുറേ പേര് കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താണ്, അപ്പോൾ മാത്രമേ കുറേ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മിസ്സാവാണ്ട് കിട്ടത്തുള്ളൂ. പിന്നെന്തൊക്കെയാണ്, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ നന്നാവട്ടല്ലേ. പിന്നെന്താ, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്ത് വീഡിയോ വേണ്ടതെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും. പിന്നെ ഈ പിന്നെന്താ അങ്ങനെയുള്ള കുറേ അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ ഞാൻ ഇടയ്ക്കിടെ യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യുക. അതൊക്കെ ഒന്ന് ജസ്റ്റ് വിട്ടേക്കാം, മൈൻഡ് ആക്കണ്ട, അത്ര തന്നെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ എക്കണോമിക്സിൽ നമുക്ക് 80 മാർക്സിനാണ് വരുന്നത്. ഇന്ത്യൻ എക്കണോമി ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റിയും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പോർഷൻസും ഒന്നിക്കിൽ 60-40 എന്ന റേഷ്യോയിലായിരിക്കും, ഇല്ലെങ്കിൽ 50-50% ആയിട്ടായിരിക്കാം. ഇല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും രണ്ടും കൂടെ മിക്സ് ആയിട്ടാണല്ലോ നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. സോ അതുകൊണ്ട് നമുക്ക് സ്റ്റാറ്റി സ്കിപ്പ് ചെയ്യാമെന്നോ ഇല്ല ഇന്ത്യൻ എക്കണോമി സ്കിപ്പ് ചെയ്യാമെന്നോ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നമ്മൾ പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമുക്ക് ഇന്ത്യൻ എക്കണോമീൻ്റെ കാര്യം പറയാം. കാരണം കുറേ പേർക്ക് ഇന്ത്യൻ എക്കണോമിയാണ് ബുദ്ധിമുട്ട്. കാരണം സോഷ്യൽ പോലെയൊക്കെയുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ലപോലെ തിയറി ആയതുകൊണ്ട് നല്ല ഉറക്കം വരും. ടെക്സ്റ്റൊക്കെ ഒന്ന് തുറന്ന് വെച്ചാൽ തന്നെ അങ്ങ് ഉറങ്ങിപ്പോകും എന്നുള്ള ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എക്കണോമീൻ്റെ കാര്യങ്ങൾ ഫസ്റ്റ് പറയാം. ഫസ്റ്റ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഒരു ടിപ്പായിട്ട് പറയുകയാണെങ്കിൽ തിയറി സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പോയിന്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ബൈ ഹാർട്ട് പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് മനസ്സിലാക്കി പഠിച്ചിട്ട് എന്താ സംഭവം, എന്താ കണ്ടന്റ് എന്നുള്ള കാര്യം നമ്മൾ നല്ലപോലെ പഠിക്കുക. എന്നിട്ട് പിന്നെ ഓൺ വേർഡ്സ് വെച്ചിട്ട് എഴുതാൻ നോക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. പിന്നെ ചില പോയിന്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ചില വേർഡ്സും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ടേംസും കാര്യങ്ങളൊക്കെ മാത്രം നല്ലപോലെ ബൈ ഹാർട്ട് ചെയ്യുകയോ ഇല്ലെങ്കിൽ കോഡ് വെച്ച് പഠിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അതായിരിക്കും കുറച്ച് ബെറ്റർ. അതാണ് ഫസ്റ്റ് സ്റ്റഡി ടിപ്പ്. ബൈ ഹാർട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് മനസ്സിലാക്കി പഠിക്കുക. അതാണ് ഫസ്റ്റ് കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കാണും. കാരണം കുറേ പേർക്ക് ടെക്സ്റ്റ് വായിക്കുന്നതിനേക്കാളും കുറച്ച് പറഞ്ഞ സംഭവമില്ല, നമ്മൾ കേട്ട സംഭവം കുറച്ച് നമുക്ക് ഓർമ്മയിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കാണുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ കാണുന്നതും നല്ലൊരു കാര്യമാണ്. നെക്സ്റ്റ് ഒരു തേർഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഇഷ്ടപ്പെട്ട് പഠിക്കുക, അതുപോലെ തന്നെ വെയിറ്റേജ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. കാരണം ഇന്ത്യൻ എക്കണോമിയിൽ നിന്നൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ, അതായത് നമ്മുടെ ആ ഒരു 1952 ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ഒരു ചാപ്റ്ററിൽ നിന്നൊക്കെയാണ് നല്ലപോലെ വെയിറ്റേജ് ഒക്കെ വരുന്നത്. പിന്നെ LPGൻ്റെ ചാപ്റ്റർ, അങ്ങനെയുള്ള കുറേ വെയിറ്റേജ് ഒക്കെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ വേഗം കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സൊക്കെ ഫസ്റ്റ് പഠിക്കാൻ നോക്കുക. പിന്നെന്താ, ഇതൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഓക്കെ, പിന്നെന്താണ്, അപ്പോൾ അതാണ് ഇന്ത്യൻ എക്കണോമിനെ പറ്റി പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ എക്കണോമി എന്നാണ് കൂടുതലായിട്ട് വൺ വേർഡും കാര്യങ്ങളൊക്കെ വരിക. സോ ടെക്സ്റ്റ് തന്നെ നല്ലപോലെ റെഫർ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ലൈവ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ കാണാം. പിന്നെ ക്ലാസ്സൊക്കെ കണ്ടുപഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് സ്റ്റാറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ, സ്റ്റാറ്റീൻ്റെ കാര്യമാണെങ്കിൽ നമ്മളിപ്പോൾ കുറേ ഇക്വേഷൻസും ഫോമുലാസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഗ്രാഫും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഓരോന്നിൻ്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ എന്തിൻ്റെതാണ്, അതായത് നമുക്ക് മീൻ, മോഡ്, മീഡിയൻ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അതിന് തന്നെ കണ്ടിന്യൂസ് സീരീസ്, ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഇക്വേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ട് ഒരു ഫോർമുല ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ടൊക്കെ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും എന്നാണ് അങ്ങനെയുള്ളൊരു കാര്യമാണ്. പിന്നെ സ്റ്റാറ്റിയിൽ നമുക്ക് തുടക്കത്തിൽ കുറച്ച് തിയറി പോർഷനൊക്കെ ഉണ്ടല്ലോ, ചാപ്റ്റർ 1-ലും 2-ലൊക്കെ ആയിട്ട്, മറ്റേ മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ, പൈലറ്റ് സർവേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള തിയറീസും കാര്യങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഓൺ വേർഡ്സിൽ പറ്റുന്ന പോലെയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ആവുന്ന രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. ബൈ ഹാർട്ട് ആക്കുന്നതിനേക്കാളും അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ കുറച്ച് വൺ വേർഡ്സ്, പിന്നെ ചില ടേംസൊക്കെ നമുക്ക് ബൈ ഹാർട്ട് ആക്കേണ്ടതുണ്ടാവുമല്ലോ, അങ്ങനത്തേത് മാത്രം ബൈ ഹാർട്ട് ആക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. പിന്നെ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, എന്നാലും ഞാൻ പറയണ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മളിപ്പം ഒരു ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്, അങ്ങനെ എന്തോ ആണ് ക്വസ്റ്റ്യൻ, സംഭവം അങ്ങനെ എന്തോ ആണ്. അതായത് ആ ഒരു ടൈമിൽ ചുറ്റിലുള്ള അങ്ങനെ എന്തോ ഒരു നടക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ചിന്തിച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻസും കുറച്ച് അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ സറൗണ്ടിങ്സിൽ നമ്മളൊരു സർവേ എടുക്കാൻ പോയാൽ എന്തൊക്കെ ചോദിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു 9 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്.
അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം ബുദ്ധിയൊക്കെ വെച്ചിട്ട് കുറച്ച് കായികപരമായിട്ടൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാലും മാർക്ക് കിട്ടും. പിന്നെ തിയറി ആണെങ്കിൽ, അതായത് ബിസിനസ് ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും കുറച്ച് തിയറിയുള്ള ചാപ്റ്റേഴ്സും ഉണ്ട്, പേപ്പറുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ വാരി വലിച്ച് എഴുതാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ പഠിച്ചു വെക്കുക. നല്ലപോലെ മനസ്സിലാക്കി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ എഴുതാൻ വേണ്ടി പറ്റും. അത്രയേ ഉള്ളൂ ഇന്ത്യൻ എക്കണോമിയിലാണെങ്കിലും സ്റ്റാറ്റിലാണെങ്കിലും പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ എനിക്കറിയുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ യൂട്ടിലൈസ് ചെയ്ത് ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തുടക്കത്തിൽ ഞാൻ കുറച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങ് ആ ഒരു +1 ആ ഒരു സ്റ്റേജിൽ തന്നെ ആയിപ്പോയിട്ട് അങ്ങനെ ചെയ്യലൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് പറയാം. പിന്നെ പഠിച്ചൊക്കെ കഴിഞ്ഞോ, തുടങ്ങിയോ? കുറേ പേര് ഞാൻ ഇന്നലെ കമൻറ്റ് പോസ്റ്റ് ഇട്ടപ്പോൾ കുറച്ച് പേര് ഇട്ടിട്ടുണ്ടായിരുന്നു പഠിച്ച് തുടങ്ങിയിട്ടില്ല എന്ന് പറയട്ടെ. അപ്പോൾ തുടങ്ങാത്തവരുണ്ടെങ്കിൽ തുടങ്ങാൻ, ഞാനും തുടങ്ങണം. ഞാൻ ഓരോ ദിവസം തുടങ്ങണം എന്നൊക്കെ വിചാരിച്ച് കുറച്ച് ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് ആ ഒരു ലെവലിൽ എത്തുന്നില്ല. അതാണ് സംഭവം. കുറച്ച് പകുതിക്ക് വെച്ചിട്ട് ക്ലാസ് കണ്ട് നിർത്തും. പിന്നെ ഇടയ്ക്ക് പ്രോക്രാസ്റ്റിനേഷൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഹെൽത്ത് കുറച്ച് പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ടൊക്കെയാണ് ആ ഒരവസ്ഥയിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, എങ്ങനെയൊക്കെ ആയി എന്നുള്ളതൊക്കെ പറയാം. പിന്നെന്താ, നെക്സ്റ്റ് വേറെ എന്ത് വീഡിയോ ആണ് വേണ്ടതെന്നൂടെ കമൻറ്റ് ചെയ്യുക. പറ്റുവാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതൊക്കെ നിങ്ങൾ ചെയ്തു വെക്കുക. പിന്നെ നെക്സ്റ്റ് എന്ത് വീഡിയോ വേണ്ടതെന്നൂടെ പറയാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ ബൈ.